ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ ഒരു സൈഡ് ഡിഷ് തയ്യാറാക്കി നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമല്ലോ. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ചൂടായ എണ്ണയിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുന്നതിനനുസരിച്ച് 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് അല്പം ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം അല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ഈ വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പ് ചേർക്കാം. അത് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് ഇളക്കാം. ഇനിയും ഇതിലോട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോയ്ക്ക് വേവ് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ഇതിട്ട് ഇളക്കുന്നത്. ഇനിയും ഇതിലോട്ട് 1 സവാള വലുതായി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. 3 മീഡിയം സൈസ് ബ്രിഞ്ചാൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനിയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകളൊന്ന് റെഡിയാക്കാം. ഒരു മിക്സിയുടെ ജാറിൽ 1 സവാള, 1 പച്ചമുളക്, നല്ലൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത്, 6 അല്ലി വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് നന്നായി ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. ഇനിയും വെജിറ്റബിൾസ് ഒന്ന് നോക്കാം. ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമ്മൾ ഇത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഇതിപ്പോൾ ഒരു 80% കുക്കായിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഈ കറി ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾസ് അല്പം വലുതായി അരിയുന്നതാണ് നല്ലത്. അപ്പോൾ കാഴ്ചയ്ക്കും ഒരു ഭംഗി ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓയിൽ സെപ്പറേറ്റ് ആകുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിവിടെ കൂടുതൽ എണ്ണ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് അല്പം കൂടി എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് 1 ടൊമാറ്റോ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. അതുകൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയുമൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഓയിൽ സെപ്പറേറ്റ് ആകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എങ്ങനെയായാലും നമുക്ക് ഒരു 10-15 മിനിറ്റ് ഈ കറി തയ്യാറാക്കാൻ ആവശ്യമായിട്ട് വരും. അല്പസമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഓയിലൊക്കെ സെപ്പറേറ്റായി വന്നിട്ടുണ്ട്. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1.5 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഗ്രേവിക്ക് ആവശ്യമായതാണ്. അതിനാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് എത്രയും ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഇത് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർക്കാം. വീണ്ടും ഇത് നന്നായി ഒന്ന് ഇളക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ വെജിറ്റബിൾസ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇതിനെ 1 മിനിറ്റ് വീണ്ടും നമുക്ക് നന്നായി ഒന്ന് ഇളക്കാം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് റെഡിയായി വരട്ടെ. ഈ രീതിയിൽ നമ്മൾ ബ്രിഞ്ചാളൊന്ന് കറി വെച്ചാൽ എത്ര ഇഷ്ടമില്ലാത്തവരും ഇത് കഴിച്ചു പോകും. അത് 100% ഉറപ്പാണ്. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കാം. ഈ കസൂരി മേത്തി ഇല്ലെങ്കിൽ നിങ്ങൾ അല്പം ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. ഇത് വീണ്ടും നമുക്ക് നന്നായി ഒന്ന് ഇളക്കാം. ഇനി നമുക്ക് മല്ലിയിലയാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത്. നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ ഡ്രൈ ആയിട്ടുള്ള കറിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക്
അല്പം കൂടുതൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയായ പൊട്ടറ്റോ ബ്രിഞ്ചാൾ ഗ്രേവി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് പരീക്ഷിക്കുക, കമൻറ്റ്സ് ആഡ് ചെയ്യുക. എല്ലാവരും സേഫായിരിക്കുക. താങ്ക് യു.